ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാളയം മാർക്കറ്റിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ ഈ മാർക്കറ്റിൽ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സാബല്യം കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചേട്ടൻ കരിക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും പിള്ളേരൊക്കെ കരിക്ക് കുടിക്കാനായിട്ട് കയറി. ഈ സാബല്യം കോംപ്ലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇതുപോലെ ഫ്ലോറൽ ഷോപ്പ്, അതുപോലെ തുണിയുടെ കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വാച്ചിൻ്റെ ഷോപ്പുണ്ട്, വാച്ച് റിപ്പയർ ചെയ്യുന്ന ഷോപ്പുണ്ട്, ഗിഫ്റ്റ് ഷോപ്പുണ്ട്, കിഡ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട്. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ എടുത്താലൊന്നും തീരത്തില്ല. അപ്പോൾ ഈ സാബല്യത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ണമര മാർക്കറ്റ്, അതുപോലെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ആ ഒരു ടെമ്പിളും മോസ്കൊക്കെ ഇരിക്കുന്ന പ്ലേസ്. ഇത് സാബല്യത്തിനകത്തുള്ള താഴെയുള്ള ഒരു ഷോപ്പ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർ ഇവിടെ വന്നിട്ട് ഈ മെത്തയും അതിൽ അത്യാവശ്യം ബക്കറ്റും, നമുക്ക് ഒരു വീടൊക്കെ മാറണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പൊക്കെ ആയതുകൊണ്ട് നേരെ പോയത് സൽക്കാരം ഇടവഴി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം മാത്രമാണ് ഇവിടെ അവർ കൊടുക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് ടൈമുള്ള ഫുഡോ ഡിന്നറോ ഒന്നും ഇവിടെ കിട്ടില്ല. ഉച്ചയ്ക്ക് മാത്രം നല്ല ഊണ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ സൽക്കാരം ഇടവഴികൾ. പലരും ഇവിടെ വന്നിട്ട് റീൽസും അതുപോലെ തന്നെ റിവ്യൂസൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്ര നല്ല ഫുഡാണ് ഇവരുടേത്. പ്രത്യേകിച്ച് ഊണ് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. ബിരിയാണിയുണ്ട്, ഊണും ഉണ്ട്. അപ്പോൾ ഇവിടെ മീനിൻ്റെയൊക്കെ വില എഴുതി വെച്ചിരിക്കുന്നത്, അത്യാവശ്യം ഉള്ള മീൻ ഏതൊക്കെയാണ് അന്ന് അവൈലബിൾ എന്നുള്ളത് അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, ചെന്നോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ കൈയൊക്കെ കഴുകി നമ്മളവിടെ സീറ്റിൽ വന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് ഇലയൊക്കെ ഇട്ട് നല്ല നീറ്റാക്കിയാണ് ഇലയൊക്കെ ഒരു തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ആ ഇലയിൽ പപ്പടം, അതുപോലെ വറ്റൽമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ, ഈ ഉണങ്ങിയ മുളക് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു 3-4 കറികളുണ്ട്, തോരൻ, കിച്ചടി, അതുപോലെ തന്നെ അവിയൽ, പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ കപ്പ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. അതിൻ്റെ കൂടെ അവരൊരു മീൻചാറ് നമുക്കൊരു കിണ്ണത്തിൽ തരുവേ. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം എല്ലാം ഒരു വിളമ്പി എല്ലാം സെറ്റാക്കി തന്നിട്ട്, ഇഞ്ചി അച്ചാറും നെല്ലിക്ക അച്ചാറും ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ എല്ലാ കറിയും ഒന്നിനൊന്ന് മെച്ചമുള്ള കറികളായിരുന്നു. അത്യാവശ്യം നല്ല ഹോംലി ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു 3 ഇത് വെച്ചിരിക്കുന്നുണ്ട്. അതിലൊന്ന് മീൻകറി, ഒന്നിലെ പായസം, പിന്നെ ആ കുടത്തിലിരിക്കുന്ന മോരാണ്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, ഈ മോര്. നമുക്ക് എത്ര ചോദിച്ചാലും ഇതൊക്കെ തരും. നമുക്കൊരു അൺലിമിറ്റഡ് ആയിട്ടാണ്. ഇതിലെ റൈസ് ആയാലും എല്ലാ ഐറ്റംസും നമുക്ക് തരുന്നത് അൺലിമിറ്റഡ് ആയിട്ടാണ് കേട്ടോ. അതുപോലെ ഒഴിക്കാനാണെങ്കിൽ പരിപ്പുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് മോരും തരുന്നത് കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിലൊരു നോൺ വെജ് സദ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരു ഫിഷ് പല ഐറ്റംസ് കൊണ്ടുവരും, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കണവത്തോരനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചിലർ അതിനെ കൂന്തലെന്നായിരിക്കും പറയുക. അപ്പോൾ കണവയുടെ തോരൻ, പിന്നെ അതിൽ ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ് അത് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ല് ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനും അവിടെ പഴം വെച്ചേക്കുക കേട്ടോ, കൊലയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. നമുക്ക് എത്ര വേണോ ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അത് അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേ പ്രോഗ്രാം. അപ്പോൾ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.